ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ PPT നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ചാനൽ പേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? In a certain code language, frame is written as HPCKG and pitch is written as RCCAJ. How will broom be written in that language? അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താ? ഫ്രെയിം എടുത്ത് എഴുതാം. FRAME. അതെന്തായി? HPCKG ആയി. അപ്പോൾ നമുക്ക് പ്ലേസ് വാല്യൂ എടുത്ത് എഴുതി നോക്കാം. എഫ് എന്താണ്? 6, എന്താണ്? 18, എ എന്താണ്? 1, എം 13, ഇ എന്താണ്? 5. അതേപോലെ തന്നെ എച്ച് എത്രയാണ് വരിക? 8 വരും. പി എന്താണ്? 16 വരും. സി എത്രയാണ്? 3. കെ എന്താണ്? 11. ജി ആണെങ്കിൽ 7. ഇനി നമുക്കെന്താ കമ്പയർ ചെയ്ത് നോക്കാം. 6 8ആയി. എത്രയാണ്? പ്ലസ് 2 ചെയ്യണം. പിന്നെ 18 16ആയി. എങ്ങനെ വരിക? -2 അല്ലേ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ 1 3ആയി. പ്ലസ് 2. 13 11ആയി. -2 അല്ലേ? -2. അത് കഴിഞ്ഞിട്ട് 5 7ആയി എന്ന് പറയുമ്പോൾ പ്ലസ് 2. അപ്പോൾ ഇവിടെ വരുന്ന ഓപ്പറേഷൻ എന്താണ്? കോഡ് +2 ചെയ്യുക, -2 ചെയ്യുക, +2 ചെയ്യുക, -2 ചെയ്യുക, +2 ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എന്തിൽ അപ്ലൈ ചെയ്യണം? ബ്രൂമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ബ്രൂമിൽ ഇത് അപ്ലൈ ചെയ്യാം. BROOM. ബിന്റെ പ്ലേസ് വാല്യൂ എന്താണ് വരിക? 2. ആറിൻ്റെ എന്താണ് വരിക? 18. ഓയിൻ്റെ എന്താണ്? 15. ഓ പിന്നെയും വന്നു 15. എമ്മിൻ്റെ എന്താണ്? 13. ഫസ്റ്റ് എന്ത് ചെയ്യണം? 2 ആഡ് ചെയ്യണം. അപ്പം എന്താണ് വരിക? 2 + 2 എന്ന് പറയുമ്പം 4. പിന്നെ 18 നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 16. പിന്നെ അതേപോലെ തന്നെ 15 + 2 എന്ന് പറയുമ്പോൾ 17. 15 നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക? 13. പിന്നെ 13 + 2 അല്ലേ വരിക ലാസ്റ്റ്. 2 ചെയ്യുമ്പോൾ 15. അപ്പോൾ ഫസ്റ്റത്തെ ഏതാണ് വരിക ലെറ്റർ? ഡി അല്ലേ? ഡി ആണ് 4 വരിക. പി ആണ് 16 വരിക. പിന്നെ ക്യൂ ആണ് 17 വരിക. എം ആണ് 13. പിന്നെ അതേപോലെ തന്നെ 15 എന്താണ് വരുന്നത്? 15 ഓ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? DPQMO. ഏതാണ് DPQMO എന്ന് പറയുമ്പം ഓപ്ഷൻ 2 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് WORSE ഈസ് റിട്ടൺ ആസ് K#2 and 6 എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റീക്ക് എന്താണ്? സ്റ്റീക്ക് ഈസ് റിട്ടൺ ആസ് ആൻഡ് @ 6 8 9 തന്നിട്ടുണ്ട്. നമുക്ക് THORNൻ്റെ ആ ലാംഗ്വേജിൽ എന്താണ് വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? WORSE. അതെന്തായി? K#2 and 6. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റീക്ക് വന്നിട്ടുണ്ടല്ലോ. STEAK. അതെന്തായി? ആൻഡ് @ 6 8 9 ആയി. അപ്പോൾ നമുക്ക് നോക്കാം. കോമൺ ആയിട്ടുള്ളത് രണ്ടിലും നോക്കാം ആദ്യം. ഏതാണ് വരുന്നത് കോമൺ? എസ് വരുന്നില്ലേ? എസ് ഇവിടെയും വരുന്നുണ്ട്, എസ് ഇവിടെയും വരുന്നുണ്ട്. അതിൻ്റെ കോഡ് എന്താണ്? ആൻഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം അസ്യൂം ചെയ്യാം, കറക്റ്റാണ് ഇത്. അതായത് ഡബ്ല്യുക്ക് K ആയിരിക്കും കോഡ്, ഒയ്ക്ക് # ആയിരിക്കും, ഇക്ക് 6 ആയിരിക്കും,
ടിക്ക് അറ്റായിരിക്കും. അപ്പം എന്താ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താം സുഖമായിട്ട്. ടോണിൻ്റെ ഇല്ല കണ്ടുപിടിക്കണ്ടേ. THORN. ടീൻ്റെ എന്താണ് കോഡ് വരുന്നത്? അറ്റല്ലേ. എച്ചിൻ്റെ എന്താണ്? എച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പം നമ്മൾ ഒരു സ്പേസ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഓയിൻ്റെ എന്താണ്? ഹാഷ്. പിന്നെ ആറിൻ്റെ എന്താണ്? ഇസഡ് അല്ലേ. ആറിൻ്റെ ഇസഡ് അല്ല, 2 കേട്ടോ. 2. അത് കഴിഞ്ഞിട്ട് എന്നിൻ്റെ എന്താണ്? എന്ന് നമുക്ക് തന്നിട്ടില്ല, അറിയില്ല. അതൊരു ഡാഷ് വരച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എന്താണ് വരുന്നത്? അറ്റ് വരും. മൂന്നാമത് ഹാഷ് വരും. നാലാമത് എന്താണ്? 2 വരും. ആ ഓപ്ഷൻ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് അറ്റ് വരുന്ന ഓപ്ഷൻ ഏതാ? 2 ഉള്ളത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് എന്താണ്? ഹാഷ് വരുന്ന ഓപ്ഷൻ ഏതാണുള്ളത്? അതേപോലെ തന്നെ 2 വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാലാമത് 2 വരുന്ന ഓപ്ഷനാണ് ഏതൊക്കെയാണ്? 1 എന്താണ്? 2 വരുന്നുണ്ട് 1-ൽ. പിന്നെ 3-ൽ 2 വരുന്നില്ല. നാലാമത് 8 വരുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. അതായത് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ ആൻസറിലേക്ക് എത്താൻ പറ്റി. ബാക്കി വേണമെന്നില്ല. ചിലപ്പോൾ നമ്മളിവിടെ കൺഫ്യൂഷൻ ആയി പോകും. ബാക്കി ഇല്ലല്ലോ, വേറെ എന്താ ടെക്നിക്കാണ് വരുന്നതെന്ന് വെച്ച് നമുക്ക് കൺഫ്യൂഷൻ വരും. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ആൻസർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ സെർട്ടൻ കോഡ് ലാംഗ്വേജ് മാച്ച് ഈസ് റിട്ടൺ ആസ് NDYJQ. അത് കഴിഞ്ഞിട്ട് എന്താണ്? സ്കൾ ഈസ് റിട്ടൺ ആസ് TNZSU. ഹൗ വിൽ ക്യാമ്പ് ബി റിട്ടൺ ഇൻ ദാറ്റ് ലാംഗ്വേജ്? അപ്പം നോക്കാം. ഫസ്റ്റ് എന്താ? മാച്ച് എടുത്ത് എഴുതുക. MATCH. അതെന്തായി? NDYJQI. അപ്പോൾ നമുക്ക് പ്ലേസ് വാല്യൂ എഴുതാം. എമ്മിൻ്റെ എന്താണ്? 13. എയിൻ്റെ 1. ടീൻ്റെ എന്താണ്? 20. സീൻ്റെ എന്താണ്? 3. എച്ചിൻ്റെ എന്താണ്? 8 അല്ലേ. 8. എന്നിൻ്റെ 14 വരും. ഡീൻ്റെ 4 വരും. വൈൻ്റെ എത്രയാണ്? 25 അല്ലേ. 25 വരും. ജെയിൻ്റെ എത്രയാണ്? 10 വരും. ക്യൂവിൻ്റെ എത്രയാണ്? 17. കമ്പയർ ചെയ്ത് നോക്കാം. 13 14 പ്ലസ് 1 ചെയ്തു. പിന്നെ 1 എന്തായി? 4 പ്ലസ് 3 ചെയ്തു. 20 എന്തായി? 25 പ്ലസ് 5 ചെയ്തു. 3 10 പ്ലസ് 7 ചെയ്തു. പിന്നെന്താണ്? 8 17 പ്ലസ് എത്രയാണ് വരിക? 9 അല്ലേ വരിക. അപ്പോൾ നോക്കുമ്പോൾ എന്ത് മനസ്സിലായി? +1 +3 +5 +7 +9. അതായത് ഓഡ് നമ്പർ ആഡ് ചെയ്ത് വരുവാണ്. 1 3 5 7 9 ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാമ്പ് വെച്ച് കണ്ടുപിടിച്ച് നോക്കാം. CHAMP. സീൻ്റെ വാല്യൂ എത്രയാണ്? 3. എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 8. എയിൻ്റെ വാല്യൂ എത്രയാണ്? 1. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 13. പീൻ്റെ വാല്യൂ എത്രയാണ്? 16. അത് കഴിഞ്ഞിട്ട് ആദ്യം 1 ആഡ് ചെയ്യണം. അപ്പം 4 3 + 1 4. അത് കഴിഞ്ഞിട്ട് 3 അല്ല ആഡ് ചെയ്യണ്ടേ. 8 + 3 എന്ന് പറയുമ്പോൾ 11. പിന്നെ എത്രയാണ്? 5 ആഡ് ചെയ്യണം. 1 + 5 എന്ന് പറയുമ്പോൾ 6. അത് കഴിഞ്ഞിട്ട് എന്താണ്? 7 ആഡ് ചെയ്യണം. 13 + 7 എന്ന് പറയുമ്പോൾ 20 അല്ലേ. 20. പിന്നെ 16 പ്ലസ് ലാസ്റ്റ് 9 ആഡ് ചെയ്യണം. അപ്പം എത്രയാണ് വരിക? 25 അല്ലേ വരിക. 25. അപ്പം നമുക്ക് നോക്കാം. ലെറ്റർ എഴുതാം. ഡീൻ്റെ വാല്യൂ ആണ് 4. പിന്നെ അതുപോലെ തന്നെ 11 എന്താണ്? K. 6 എന്ന് പറയുമ്പോൾ F. 20 എന്ന് പറയുമ്പോൾ T. പിന്നെ 25 എന്താണ്? Y. ഓപ്ഷൻ വരുന്നുണ്ടോ? DKFTY. DKFTY എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടാമത്തെ ഓപ്ഷനാണ്
കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് LFDCN written as QJGEO, അത് കഴിഞ്ഞിട്ട് OGRTV is written as TKUVW. How will DHLRW be written in that language? അപ്പം നോക്കാം. ഫസ്റ്റ് തന്നത് എടുത്ത് എഴുതാം. LFDCN അതെന്തായി? QJGEO ആയി. പ്ലേസ് വാല്യൂ എഴുതി നോക്കിയാലോ. എല്ലിൻ്റെ 12, എഫിൻ്റെ 6, ഡിൻ്റെ 4, സിൻ്റെ 3, എന്നിൻ്റെ 14. ക്യൂവിൻ്റെ എത്രയാണ്? 17. ജെയിൻ്റെ എത്രയാണ്? 10. ജീൻ്റെ എത്രയാണ്? 7. ഇൻ്റെ എത്രയാണ്? 5. ഓയിൻ്റെ എത്രയാണ്? 15. ഇപ്പം നോക്കാം. 12 17ആയി. ഇപ്പം എത്രയാണ്? 5 ആഡ് ചെയ്തില്ലേ? പിന്നെ 6 10ആയി. 4 ആഡ് ചെയ്തു. 4 7ആയി. 3 ആഡ് ചെയ്തു. 3 5ആയി. 2 ആഡ് ചെയ്തു. 14 15ആയി. 1 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? +5 ചെയ്തു, +4 ചെയ്തു, +3 ചെയ്തു, +1 ചെയ്തു, +2 ചെയ്തു, പിന്നെ +1 ചെയ്തു. ഇനി നമുക്ക് അതേപോലെ DHLRWയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻസർ കിട്ടും. DHLRW. ഡിൻ്റെ എത്രയാണ്? 4, എച്ചിൻ്റെ 8, എല്ലിൻ്റെ എത്രയാണ്? 12, ആറിൻ്റെ 18, ഡബ്ല്യുവിൻ്റെ 23 അല്ല 23. അതെന്തായി? ഫസ്റ്റ് നമുക്ക് 5 ആഡ് ചെയ്യണം. 4 + 5 എന്ന് പറയുമ്പോൾ 9. പിന്നെ 4 ആഡ് ചെയ്യണം. 8 + 4 എന്ന് പറയുമ്പോൾ 12. പിന്നെ 3 ആഡ് ചെയ്യണം. 12 + 3 എന്ന് പറയുമ്പോൾ 15. പിന്നെ എത്രയാണ്? 2 ആഡ് ചെയ്യണം. 18 + 2 എന്ന് പറയുമ്പോൾ 20. പിന്നെ 23ൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. 24. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ലെറ്റർ കണ്ടുപിടിക്കാം. അതായത് 9 എന്ന് പറയുമ്പം ഐ അല്ലേ വരിക. എല്ല് 12 വരും. O 15 വരും. ടി ആണ് 20 വരിക. എക്സ് ആണ് 24 വരിക. അപ്പോൾ ILOTX ആണ് കറക്റ്റ് ആൻസർ. ILOTX എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? ILOTX എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ACQUIR is written as QCAUEIR. How will decline be written in the same code language? നോക്കാം. ഫസ്റ്റ് തന്നിട്ടുള്ളത് ACQUIR. അതെന്തായി? QCAUEIR ആയി. അപ്പം നമുക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഇതിലുള്ള ലെറ്റേഴ്സൊക്കെ തന്നെ ഇതിലുമില്ലേ? നോക്കി നോക്ക്. R ഉണ്ട്, E ഉണ്ട്, I ഉണ്ട്, U ഉണ്ട്, A ഉണ്ട്, C ഉണ്ട്, Q ഉണ്ട്. ഇപ്പം മനസ്സിലായില്ലേ? ഫസ്റ്റത്തെ A അങ്ങോട്ട് പോയി, മൂന്നാമത് പോയി. മൂന്നാമത്തെ Q അങ്ങോട്ട് പോയി, ഒന്നാമത് വന്നു. C അവിടെ തന്നെ നിന്നു. യുവും അവിടെ തന്നെ നിന്നു. I എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തേക്ക് വന്നു. ലാസ്റ്റത്തെ E അങ്ങോട്ട് വന്നു. ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തേലേക്ക് വന്നു. അപ്പോൾ ഇതേ പാറ്റേൺ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഡിക്ലൈൻഡ് അല്ലേ? DECLINE. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ. ഇങ്ങനെയല്ലേ വരിക? ഫസ്റ്റ് C വരും ആദ്യം. C കഴിഞ്ഞിട്ട് E അവിടെ തന്നെ ഉണ്ടാവും. D ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം അവിടെ തന്നെ അല്ലേ? എല്ല്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ വരുന്ന 2 ലെറ്റേഴ്സ് ബാക്കിലേക്ക് പോയി.
പിന്നെ ലാസ്റ്റത്തെ ലെറ്റർ എന്താണ്? മൂന്നാമത് വന്നു ഈ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് IN. ഏത് ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത്? CEDLEIN. CEDLEIN എന്ന് പറയുമ്പോൾ എന്താണ്? CEDLEIN എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? In a certain code language, temple is written as QHJSIH. Mosque is written as JRPTRH. How will Supreme be written in the same code language? അപ്പോൾ നോക്കാം. ടെമ്പിൾ അല്ലേ? TEMPLE. അതെന്തായി? QHJSIH. പ്ലേസ് വാല്യൂ എഴുതി വെക്കാം. ടീൻ്റെ എത്രയാണ്? 20, ഇൻ്റെ 5, എമ്മിൻ്റെ 13, പിൻ്റെ 16, എല്ലിൻ്റെ 12, ഇൻ്റെ 5. ക്യൂവിൻ്റെ എത്രയാണ്? 17, എച്ചിൻ്റെ എത്രയാണ്? 8, ജെയിൻ്റെ എത്രയാണ്? 10, എസിൻ്റെ എത്രയാണ്? 19, ഐൻ്റെ 9, എച്ചിൻ്റെ 8. നമുക്ക് നോക്കാം. 20 17ആയി, -3 അല്ലേ വരിക. 5 8ആയി, +3 അല്ലേ വരിക. 13 10ആയി, -3. 16 19ആയി, +3. 12 9ആയി, -3. 5 8ആയി, +3. ഇപ്പോൾ ഇവിടെ കോഡ് എന്താ വരുന്നത്? -3 +3 -3 +3 -3 +3. അപ്പോൾ നമുക്ക് സുപ്രീമിൽ ഇത് അപ്ലൈ ചെയ്തതിൻ്റെ ആൻസർ കിട്ടും. നോക്കാം. SUPREME. എസിൻ്റെ എത്രയാണ്? 19, യുവിൻ്റെ എത്രയാണ്? 21, പിൻ്റെ 16, ആറിൻ്റെ 18, ഇൻ്റെ എത്രയാണ്? 5, എം 13, ഇ എത്രയാണ്? 5. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? -3 ചെയ്യണം. 19 3 പോയിട്ടുണ്ടെങ്കിൽ 16. 21 + 3 എന്ന് പറയുമ്പോൾ 24. പിന്നെ -3 അല്ലേ വരിക. +3 -3 +3 -3. 16 3 പോയിട്ടുണ്ടെങ്കിൽ 13. 18 + 3 എന്ന് പറയുമ്പം 21. 5 3 പോയിട്ടുണ്ടെങ്കിൽ 2. 13 + 3 എന്ന് പറയുമ്പം 16. പിന്നെ 5 3 പോയിട്ടുണ്ടെങ്കിൽ 2. ഇനി നമ്പറൊക്കെ ലെറ്റേഴ്സൊക്കെ നമുക്ക് ആക്കാം. അതായത് പി എന്ന് പറയുന്നതാണ് 16, എക്സ് എന്ന് പറയുന്നതാണ് 24, എം എന്ന് പറയുന്നതാണ് 13, 21 എന്ന് പറയുമ്പോൾ യു, ബി ആണ് 2, ടി ആണ് 16, ബി ആണ് 2. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? PXMUBPB. PXMUBPB എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷനാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. In a certain code language, issue is coded as NPXRJ and paint is coded as UXNKY. How will media be written in that language? നോക്കാം. ഫസ്റ്റ് ഇഷ്യൂ ISSUE. അതെന്തായി? NPXRJI. നമുക്ക് കണ്ടുപിടിക്കേണ്ട മീഡിയ ആണല്ലോ. മീഡിയ പ്ലേസ് വാല്യൂ എഴുതാം. ഐൻ്റെ വാല്യൂ 9, എസിൻ്റെ വാല്യൂ 19, എസിൻ്റെ വാല്യൂ 19, യുവിൻ്റെ വാല്യൂ 21, ഇൻ്റെ വാല്യൂ എത്രയാണ്? 5, എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 14, പിൻ്റെ 16, എക്സിൻ്റെ എത്രയാണ്? 24 അല്ലേ? 24, ആറിൻ്റെ 18, ജെയിൻ്റെ എത്രയാണ്? 10. 9 14ആയി. അപ്പോൾ എത്രയാണ്? 5 അല്ലേ ആഡ് ചെയ്യുക. 5 ആഡ് ചെയ്തു. 19 16ആയി. -3 അല്ലേ? 19 24ആയി. +5. 21 18ആയി.
-3 അല്ലേ വരിക. പിന്നെ 5 10 +5. ഇപ്പോൾ ഇവിടുത്തെ കോഡ് എന്താണ് വരുന്നത്? +5 ചെയ്തു, -3 ചെയ്തു, +5 ചെയ്തു, -3 ചെയ്തു, +5 ചെയ്തു. അപ്പം മീഡിയയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത ആൻസർ കിട്ടി. എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 13. ഇൻ്റെ വാല്യൂ എത്രയാണ്? 5. ഡിൻ്റെ വാല്യൂ എത്രയാണ്? 4. ഐൻ്റെ വാല്യൂ 9. എൻ്റെ 1. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? 5 ആഡ് ചെയ്യണം, പിന്നെ -3 ചെയ്യണം, പിന്നെ 5 ആഡ് ചെയ്യണം, പിന്നെ -3 ചെയ്യണം, പിന്നെ 5 അല്ലേ? നോക്കാം. 13 + 5 എന്ന് പറയുമ്പോൾ 18. 5ൽ നിന്ന് 3 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2. 4 + 5 എന്ന് പറയുമ്പോൾ 9. പിന്നെ 9ൽ നിന്ന് 3 പോയിട്ടുണ്ടെങ്കിൽ 6. 1 + 5 എന്ന് പറയുമ്പം 6. പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് ലെറ്റർ കണ്ടുപിടിക്കാമല്ലോ. ലെറ്റർ ഏതാണ് വരിക? ആദ്യം 6 അല്ലേ? 6ൻ്റെ വാല്യൂ ആണ് 18. ബിൻ്റെ വാല്യൂ ആണ് 2. ഐൻ്റെ വാല്യൂ ആണ് 9. എഫിൻ്റെ വാല്യൂ ആണ് 6. എഫിൻ്റെ വാല്യൂ ആണ് 6. ലാസ്റ്റ് 2F വരുന്ന ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. 2F വരുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? 4ാമത്തെ ഓപ്ഷനാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.